ഗൈസ്, മൈൻബോ ചാനൽ മാനിഫെസ്റ്റേഷൻ കൊച്ചിൻ്റെ ഫംഗ്ഷൻ വെളുത്ത് വെച്ച്. അപ്പോൾ ഒരു 2 ആഴ്ചയായിട്ട് എനിക്ക് വീഡിയോ ഇടാൻ സാധിക്കാതെ പോയായിരുന്നു കേട്ടോ. അത് ജലദോഷമൊക്കെ വന്നിട്ട് ഈ ത്രോട്ട് പെയിനൊക്കെ വന്നിട്ട് ശബ്ദം ഒട്ടുമില്ലായിരുന്നു. അപ്പോൾ അതുകൊണ്ടാണ് പറ്റാതെ പോയത്. അപ്പോൾ ഇന്ന് ഞാൻ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത് ലെറ്റ് ഇറ്റ് ഗോയിനെ കുറിച്ചാണ്. ലെറ്റ് ഇറ്റ് ഗോ എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും ചിലപ്പോൾ എന്താണെന്ന് മനസ്സിലാവില്ലായിരിക്കും. അതായത് സിമ്പിളായിട്ട് പറഞ്ഞാൽ അങ്ങ് വിട്ട് കളഞ്ഞേക്കുക. ഇപ്പം നമ്മൾ നമ്മുടെ വീട്ടിൽ എന്തെങ്കിലുമൊക്കെ ഒരു കുടുംബ പ്രശ്നമാകും, ഭാര്യയും ഭർത്താവും ഉള്ള പ്രശ്നമാകും, അല്ലെങ്കിൽ അമ്മായിമ്മയൊക്കെ ആയിട്ടുള്ള പ്രശ്നമാകും, അല്ലെങ്കിൽ ഓഫീസിൽ എന്തെങ്കിലും ഒരു പ്രശ്നം നമ്മുടെ നേരെ വന്നു, അല്ലെങ്കിൽ അയൽക്കാരോ കൂട്ടുകാരോ ഒക്കെ എന്തെങ്കിലും ഒരു പ്രശ്നം നമ്മുടെ നേരെ വന്നു. ചിലപ്പം നമ്മളത് അറിഞ്ഞതായിരിക്കാം, ചിലപ്പോൾ അറിയാത്തതായിരിക്കാം. അപ്പം അങ്ങനെ വന്നു കഴിയുമ്പോൾ നമ്മളത് കേട്ടിട്ട് നമ്മളാകെ എന്ത് ചെയ്യണമെന്നറിയാതെ നമ്മൾ വിഷമിച്ചിട്ട് നമുക്ക് പിന്നെ ആകെ നമ്മൾ ടെൻഷൻ അടിച്ച് നാണക്കേടും അപമാനഭാരവും ഒക്കെ ആയിട്ട് നമ്മുടെ ഉള്ളിൽ ഒരു ഭയങ്കര ഒരു വേദനയും വിഷമമാകും. അങ്ങനെ വന്നു കഴിയുമ്പോഴത്തേക്കും നമ്മൾ എന്താ ചോദിച്ചാൽ അത് നമ്മുടെ മനസ്സിൽ കിടന്നിട്ട് പിന്നീട് നമുക്ക് സ്ട്രെസ്സും ഒരു ഡിപ്രഷനൊക്കെ ആയിട്ട് മാറി നമുക്കൊരു വൈരാഗ്യവും വാശിയൊക്കെ ആയിട്ട് എന്നും നമ്മുടെ മൈൻഡ് ഇങ്ങനത്തെ ഒരു റെസ്റ്റ്ലെസ് ഡിസ്റ്റർബ്ഡ് ആയിട്ടിരിക്കാൻ കാരണമാകും. അപ്പം അതിനു വേണ്ടി നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ, ആരെങ്കിലും ഇപ്പം നമ്മളോട് എന്തെങ്കിലും പറയുവാണോ, നമ്മളെ അപമാനിക്കാനോ, അല്ലെങ്കിൽ ഓഫീസിൽ നമ്മുടെ മേലധികാരി നമ്മളോട് പറയുവാണോ, നമ്മൾ എല്ലാവരുടെ മുമ്പിൽ വെച്ച് നമ്മളെ ഷൗട്ട് ചെയ്ത് ചിലപ്പോൾ നമ്മളായിരിക്കില്ല അത് ചെയ്തിട്ടുണ്ടാകുക, നമ്മൾ അറിഞ്ഞിട്ടുണ്ടാകില്ല അങ്ങനത്തെ സംഭവം. അപ്പം അയാൾക്കുള്ള ആ മേലധികാരിക്കുള്ള ആ ഒരു പവറിൻ്റെ പേരിൽ നമ്മുടെ നേരെ വന്ന് അവർ ഷൗട്ട് ചെയ്യുകയൊക്കെ ചെയ്യുവാണെങ്കിൽ നമുക്കതൊരു ഭയങ്കര വിഷമാകും. പിന്നെ നമുക്ക് ആ ഓഫീസിലേക്ക് പോകാൻ തോന്നത്തില്ല. നമുക്ക് ഉള്ളുകൊണ്ട് നമുക്ക് അയാളോടൊരു ദേഷ്യമാകും. അയാളെ കണ്ടു കഴിയുമ്പോഴത്തേക്കും നമ്മൾ വഴി മാറി നടക്കാൻ വേണ്ടി നമ്മൾ ശ്രമിക്കും. ഇങ്ങനെയൊക്കെ ഉണ്ടാകും. അപ്പോൾ അതിനുവേണ്ടി നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ, നമ്മൾ ഈ ലെറ്റ് ഇറ്റ് ഗോ ചെയ്ത് കളയുക എന്നുള്ളതാണ്. ഞാൻ പറഞ്ഞുതരാം അങ്ങനെയാണെന്ന്. പിന്നെ അല്ലെങ്കിൽ നമുക്ക് വീട്ടിൽ നമ്മുടെ അമ്മായിമ്മയോ അല്ലെങ്കിൽ ഹസ്ബൻഡോ ഒക്കെ ആയിട്ട് നമ്മളെ മറ്റുള്ളവരുടെ മുമ്പിൽ വെച്ച് താഴ്ത്തി കെട്ടുക, നമ്മളെ ഒന്നിനും കൊള്ളത്തില്ല എന്ന് പറയുക, എപ്പോഴും കുറ്റപ്പെടുത്തുക, കുറ്റം പറയുക, ഇങ്ങനെയൊക്കെ വന്നു കഴിയുമ്പോഴേക്കും നമ്മുടെ മൈൻഡ് റെസ്റ്റ്ലെസ് ആയി പോകും. അല്ലെങ്കിൽ കൂട്ടുകാർ മറ്റുള്ളവരെ മുമ്പിൽ വെച്ച് നമ്മളെ കളിയാക്കും, നമ്മളെ അപമാനിക്കുന്നത് ചിലപ്പോൾ നമ്മൾ അറിഞ്ഞതായിരിക്കും, ചിലപ്പോൾ അറിയാത്ത കാര്യമായിരിക്കും. എനിവേ എന്താണെങ്കിലും ഇങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ നമ്മുടെ ലൈഫിലേക്ക് വന്നു കഴിയുമ്പോൾ നമ്മൾ അതിനെ ലെറ്റ് ഇറ്റ് ഗോ ചെയ്യാൻ വേണ്ടി പഠിക്കണം. എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, സിമ്പിളായി പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിനെ വിട്ട് കളയാൻ വേണ്ടി ശ്രമിക്കണം. അപ്പം നമ്മുടെ വീട്ടിൽ നമ്മുടെ വീടൊക്കെ നമ്മുടെ വീട്ടിൽ നമ്മുടെ കിച്ചണിലേക്ക് നമ്മൾ ചെന്ന് കഴിയുമ്പോഴത്തേക്കും അവിടെ എന്തോ ഒരു അസുഖകരമായ ഒരു സ്മെല്ല് വന്നു കഴിയുമ്പോഴത്തേക്കും നമ്മൾ നോക്കും അത് എന്താ, ഏതാ സാധനം എന്നാണെന്ന് നോക്കും. ചിലപ്പോൾ ഒരു പച്ചക്കറിയോ ഉള്ളിയോ ഉരുളക്കിഴങ്ങൊക്കെ ചീഞ്ഞു പോയതായിരിക്കും. അപ്പം നമ്മളതോട്ട് എടുത്ത് കളയുമ്പോഴത്തേക്കും അവിടെ സ്വാഭാവികമായിട്ടുള്ള വായു വന്നെന്ന് അറിഞ്ഞിട്ട് ആ സ്മെല്ലിനെ അങ്ങ് ഇല്ലാതാക്കും. എന്ന് പറയുമ്പോൾ തന്നെയാണ് മറ്റുള്ളവർ നമ്മളെ വേദനിപ്പിക്കുന്നു, വിഷമിപ്പിക്കുന്നു, നമ്മളോട് മോശമായിട്ട് പറയുന്നു, സംസാരിക്കുന്നു. ഇതെല്ലാം ചെയ്തു കഴിയുമ്പോഴത്തേക്കും ഇതെല്ലാം വന്നു ചേരുന്നത് നമ്മുടെ ഉള്ളിലാണ്, നമ്മുടെ മൈൻഡിലാണ്. അതിൽ നമുക്ക് ഫീൽ ചെയ്യുന്ന കാര്യങ്ങൾ ഇമോജോ ആയിട്ട് നമുക്ക് ഫീൽ ചെയ്യുന്ന കാര്യങ്ങളുണ്ടെങ്കിൽ അത് മസ്റ്റായിട്ട് നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡ് കോപ്പി ചെയ്തെടുത്തിരിക്കും. പിന്നീട് ഈ വ്യക്തിയെ കണ്ടു കഴിയുമ്പോഴത്തേക്കും നമുക്ക് ഉള്ളിൽ നിന്ന് നമുക്കൊരുണ്ടല്ലോ ഒരു വീർപ്പും വൈരാഗ്യമൊക്കെ വന്നിട്ട് ഇതൊക്കെ ബാധിക്കുന്ന നമ്മുടെ ബോഡീനെ, നമ്മുടെ മൈൻഡിനെയാണെന്ന് നമ്മൾ ആദ്യം തിരിച്ചറിയണം. നമ്മളെ കുറ്റപ്പെടുത്തിയാൽ, നമ്മളെ മോശമായിട്ട് മറ്റുള്ളവരുടെ മുമ്പ് വെച്ച് നമ്മളെ ഷൗട്ട് ചെയ്ത് സംസാരിച്ച് കുറ്റപ്പെടുത്തി, അല്ലെങ്കിൽ നമ്മൾ അത് പറഞ്ഞു ഇത് പറഞ്ഞ് നമ്മളെ വേദനിപ്പിക്കുന്നവർ ഇതെല്ലാം കഴിഞ്ഞിട്ട് നിങ്ങൾ അവരെ ശ്രദ്ധിച്ച് നോക്കിക്കോ, അവരൊന്നുമില്ലാത്ത മുട്ടി കൂളായിട്ട് വളരെ ഹാപ്പിയായിട്ട് അവർ നടന്നു പോകും. നമ്മളെ കണ്ടു കഴിയുമ്പോൾ അവർക്കൊരു പരിഹാസവും നമുക്ക് വേദനിച്ചുണ്ടോയെന്ന് അവർ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കും. അപ്പം അങ്ങനെ വന്നു കഴിയുമ്പോഴത്തേക്കും നമ്മൾ വീണ്ടും ഡൗൺ ആയി പോയിക്കൊണ്ടിരിക്കും. അങ്ങനെ നമുക്ക് വാശിയാകും, നമ്മൾ മറ്റുള്ളവരോട് ഇതിനെക്കുറിച്ച് പറഞ്ഞുകൊണ്ടിരിക്കും, വാശിയാകും. നമ്മുടെ ചിന്തകൾ എപ്പോഴും ഇതിലേക്ക് ഇങ്ങനെ ഡൈവേർട്ട് ആയിക്കൊണ്ടിരിക്കും. ഒരേ കാര്യം തന്നെ ഒന്നിലധികം തവണ ചിന്തിച്ച് കഴിയുമ്പോഴത്തേക്കും അത് നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡ് സ്റ്റോർ ആകുകയും ചെയ്യും. അത് പിന്നീട് നമുക്ക് മെൻ്റൽ സ്ട്രെസ്സായിട്ട് മാറുകയും ചെയ്യും. അപ്പം അതൊക്കെ ഉണ്ടാവാതിരിക്കാൻ വേണ്ടി നമ്മൾ എന്താ ചെയ്യുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ, ആരെങ്കിലും നമ്മളെന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, നമ്മുടെ വീട്ടിൽ ഞാൻ പറഞ്ഞില്ലേ ഉള്ളി ഉരുളക്കിഴങ്ങൊക്കെ ചീഞ്ഞു പോയിട്ട് നമ്മൾ എടുത്തു കളയുന്നു എന്ന് പറയും പോലെ ആരെങ്കിലും നമ്മളെന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് അന്നേരം തന്നെ നമ്മൾ മനസ്സിൽ നിന്ന് വിട്ടേക്കുക. കാരണം നമ്മളെ പറയുന്ന നമ്മളോട് തെറ്റ് ചെയ്യുന്ന ആൾക്കാർ അവർ വളരെ ഹാപ്പിയായിട്ട് സന്തോഷമായി നടക്കുന്നു. തെറ്റൊന്നും ചെയ്യാത്ത, ഈ കാര്യത്തിൽ തെറ്റൊന്നും ചെയ്യാത്ത നമ്മൾ
വേദനിച്ച് വിഷമിച്ച് നടക്കുന്നു. അവരൊറ്റ പ്രാവശ്യം ഓർക്കുക, അവരൊറ്റ പ്രാവശ്യം നമ്മളെ വേദനിപ്പിച്ചിട്ടുണ്ടാവുകയുള്ളൂ. പക്ഷെ നമ്മളോ ആ കാര്യം വീണ്ടും വീണ്ടും ഇരിക്കുമ്പോഴും നടക്കുമ്പോഴും കിച്ചണിൽ ജോലി ചെയ്യുമ്പോഴും ഈ ഓഫീസിലിരിക്കുമ്പോഴും എപ്പോഴാണെങ്കിലും ആണായിക്കോട്ടെ പെണ്ണായിക്കോട്ടെ എപ്പോഴും നമ്മളിത് നിരന്തരം നമ്മുടെ മനസ്സിൽ ചിന്തിച്ച് 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 നമ്മളൊരു 100 തവണ ആണ്, 100ഒന്നുമല്ല, എത്രയോ തവണയാണ് നമ്മുടെ മനസ്സിനെ നമ്മൾ വേദനിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. ഇത് വീണ്ടും വീണ്ടും ചിന്തിക്കുമ്പോൾ പറയുന്നവർ വളരെ ഹാപ്പിയായിട്ട് നടക്കുകയും ചെയ്യും. അപ്പോൾ ഇത് തിരിച്ചറിഞ്ഞുകൊണ്ട് നമ്മൾ നമ്മുടെ മൈൻഡിലേക്ക് ആരെന്ത് പറഞ്ഞു പറഞ്ഞാലും നമ്മുടെ മൈൻഡിലേക്ക് എടുക്കരുത്. ആ സമയത്ത് നമ്മൾ എന്താ അവരെന്നിങ്ങനെ പറയുന്ന സമയത്ത് നമുക്കറിയാവുന്ന എന്തെങ്കിലും പ്രാർത്ഥനയോ ശ്ലോകങ്ങളോ ഒക്കെ ചെന്ന് എന്തെങ്കിലും ദൈവത്തിന് നന്ദി പറഞ്ഞിട്ട് നമ്മളൊന്നും അതിന് നമ്മളെ മൈൻഡിലേക്ക് എടുക്കുകയോ ചെയ്യരുത്. അതിൻ്റേതായ രീതിയിൽ തള്ളിക്കളഞ്ഞേക്കണം. വേണമെങ്കിൽ നമുക്ക് ദേഷ്യം വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിനെ ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടി നമ്മുടെ മനസ്സിൽ വരുന്ന എന്തെങ്കിലും ഒരു വാക്ക് ഉപയോഗിച്ചിട്ട് അതിനെ അങ്ങോട്ട് റിജക്റ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് നമ്മുടെ സബ്കോൺഷ്യസ് മൈൻഡിലേക്ക് കയറി വരത്തില്ല. അങ്ങനെയാണ് നമ്മൾ അതിനെ ഒന്ന് ബാലൻസ് ചെയ്ത് നിർത്തുന്നത്. അപ്പം അങ്ങനെ ആരെന്ത് പറഞ്ഞാലും അപ്പോൾ അവർ പിന്നീട് നമ്മളെ കണ്ടു കഴിയുമ്പോൾ നമ്മളിങ്ങനെ നോക്കും, ഇവർക്ക് എന്തെങ്കിലും ഞാൻ പറഞ്ഞ എന്തെങ്കിലും ഫീലിംഗ് ആയോ വിഷമായോ എന്ന്. പക്ഷെ നമ്മൾ അവരെ കണ്ട ഉടനെ തന്നെ ചിരിച്ച മുഖത്തോടു കൂടി നടക്കണം. ഒരു 2-3 പ്രാവശ്യം നമ്മളിങ്ങനെയൊന്ന് ട്രൈ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ ആ വ്യക്തി നമ്മളോട് ഒന്നും പറയാൻ വേണ്ടി വരത്തില്ല. അവർ നമ്മളെ നോക്കി പരിഹാസപൂർവ്വം ചിരിക്കുമ്പോൾ തന്നെ നമ്മളും തിരിച്ച് അവരെ നോക്കി നീ പറഞ്ഞൊന്നും എനിക്ക് കേട്ടിട്ടില്ല എന്നുള്ള മട്ടിൽ അവരെ നോക്കി വളരെ പുഞ്ചിരിയോടുകൂടെ തന്നെ അവരുടെ മുന്നിൽ കൂടി കടന്നു പോകുമ്പോൾ അവർക്ക് മനസ്സിലാവും, ഓ ഞാനിവരെ വേദനിപ്പിക്കാൻ പറഞ്ഞൊന്നും ഇവരുടെ മനസ്സിൽ ഏറ്റിട്ടില്ല എന്ന്. അപ്പം അങ്ങനെയാണ് നമ്മൾ ആ കാര്യത്തിൽ നമ്മൾ ലെറ്റ് ഇറ്റ് ഗോ ചെയ്യുന്നത്. അല്ലെങ്കിൽ നമ്മൾ വിചാരിച്ച് നോക്കിക്കേ, മറ്റുള്ളവർ നമ്മളെ വേദനിപ്പിക്കാൻ പറയുന്ന കാര്യം നമുക്കൊരു മനസ്സുണ്ട്, നമുക്കൊരു സോളുണ്ട്. ഈ പറയുന്നതെല്ലാം വന്നിട്ട് ഏൽക്കുന്നത് നമ്മുടെ സോളാണ് വേദനിക്കുന്നത്. സബ്കോൺഷ്യസ് മൈൻഡ് അത് കോപ്പി ചെയ്ത് കഴിയുമ്പോഴത്തേക്കും നമുക്കൊരു നല്ല കാര്യങ്ങൾ വരണമെങ്കിൽ പോലും നല്ലതൊന്ന് ചിന്തിക്കാൻ കഴിയാത്ത വിധത്തിൽ പോലും ഈ മറ്റുള്ളവർ നമ്മളെക്കുറിച്ച് പറയുന്ന കാര്യങ്ങൾ നമ്മൾ വീണ്ടും വീണ്ടും ഓർത്ത് നമ്മുടെ ഓറയിലേക്ക് വന്നത് ഇതങ്ങ് ബിൽഡായി പോകും. പിന്നീട് ഒരു നല്ല കാര്യം ചിന്തിക്കാൻ പോലും നമുക്ക് സാധ്യമല്ലാതായി പോകും. ഓറ എന്താണെന്നൊക്കെ ഞാൻ പിന്നീട് ഒരു ക്ലാസ്സിൽ ഞാൻ പറഞ്ഞുതരാം. അപ്പം നമുക്ക് സാധ്യമാകാതായി പോകും. അപ്പോൾ അതൊക്കെ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എന്താ ചെയ്യേണ്ടത് വെച്ചാൽ, ഇങ്ങനെയുള്ള ആൾക്കാർ എന്തെങ്കിലും പറഞ്ഞു കഴിയുമ്പോൾ അതിൻ്റേതായ ഗൗരവത്തിൽ അത് വിഷമിച്ച് മുഖം എല്ലാം വേദനിച്ച് വിഷമിച്ച് നിൽക്കും പോലെ നിൽക്കാതെ, ഇപ്പം ഓഫീസിൽ നമ്മുടെ മേലധികാരി മറ്റുള്ളവരുടെ മുമ്പിൽ വെച്ച് നമ്മളെ പറയുമ്പം നമ്മൾ നിശബ്ദമായിട്ട് നിന്നുകൊണ്ട് തന്നെ നമുക്കറിയാവുന്ന ഒരു പ്രാർത്ഥനയോ മന്ത്രമോ അത് ചൊല്ലിക്കൊണ്ടിരിക്കുക. ഇയാൾ പറയുന്നത് നമ്മൾ ശ്രദ്ധിക്കത്തേയില്ല. അതായത് പിന്നെ നമ്മൾ പറയാമല്ലോ, ഞാൻ പറയുന്നത് എൻ്റെ ഹസ്ബൻഡ് കേൾക്കത്തില്ല, എൻ്റെ അമ്മായിമ്മ കേൾക്കത്തില്ല എന്ന് പറയുന്നില്ലേ. അതായത് കേൾക്കുന്ന ആളുടെ ഉള്ളിലില്ല എങ്കിൽ അവരത് കേൾക്കത്തുമില്ല, അനുസരിക്കത്തുമില്ല. അപ്പോൾ അതുകൊണ്ട് ഈ മെലത്യോസം നമ്മളോട് എന്തെങ്കിലും പറയുമ്പം അയാൾ പറയുന്ന കാര്യം നമ്മുടെ ഉള്ളിൽ തട്ടിയിട്ടില്ല എന്നുണ്ടെങ്കിൽ നമുക്കതൊരു ഫീലിംഗ് ആയിട്ട് തോന്നത്തേ ഇല്ല. അപ്പം അയാളത് ഇവിടെ നിന്ന് പറഞ്ഞുകൊണ്ടിരുന്നോട്ടെ. പക്ഷെ അയാളെ പിന്നീട് കാണുമ്പോഴെല്ലാം വളരെ ഭംഗിയായിട്ട് ചിരിച്ചോണ്ട് അയാളുടെ മുമ്പിലേക്ക് ഇരുമ്പോൾ അയാൾ തന്നെ വിചാരിക്കും, ഞാൻ ഇത്രയൊക്കെ പറഞ്ഞിട്ടും ഇവർക്കൊരു കൂസലുമില്ല, പിന്നെ എന്നെ നോക്കി ഒരു വിഷയം ചിരിക്കുകയും ചെയ്യുന്നല്ലോ എന്ന് വിചാരിക്കുമ്പോൾ പിന്നെ അയാൾ ആ പ്രവൃത്തി അയാൾ ചെയ്യാൻ നിൽക്കുകയല്ല. അയാൾക്ക് മനസ്സിലാവും ഇതിവിടെ ഏക്കത്തിന്. അത് കുടുംബത്തിലായാലും ഹസ്ബൻഡിൻ്റെ അടുത്താണെങ്കിലും ഇങ്ങനെ തന്നെ നമ്മളെ കാണിക്കണം. ഇങ്ങനെയാണ് നമ്മളതിനെ ലെറ്റ് ഇറ്റ് ഗോ ചെയ്ത് വിടുക എന്ന് പറയുന്നത്. അപ്പം നിങ്ങൾക്ക് മനസ്സിലായിട്ടെന്ന് വിചാരിക്കുന്നു. നിങ്ങൾക്ക് നല്ലതാണെന്ന് തോന്നുവാണെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനോ കൂട്ടുകാർക്കോ ഗ്രൂപ്പിലേക്കൊക്കെ നിങ്ങൾക്ക് ഷെയർ ചെയ്ത് കൊടുക്കാം. അടുത്ത വീഡിയോയിൽ കാണുമ്പോൾ നമുക്ക് എല്ലാവർക്കും നന്ദി, നമസ്കാരം.